ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷനെ എങ്ങനെ കോൾ ചെയ്യാം. പാരാമീറ്ററായിട്ട് ഒരു ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷനിലോട്ട് പാരാമീറ്ററായിട്ട് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യുക, അത് അവിടെ നിന്ന് അതെങ്ങനെ കോൾ ചെയ്യാം. സോ ഒരു ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിനായിട്ട് നമ്മൾ രണ്ട് മെത്തേഡുകൾ പഠിക്കുന്നുണ്ട്, കോളെന്നും അപ്ലൈ എന്ന് പറഞ്ഞ്. ഈ കോളും അപ്ലൈയും സെയിം കാര്യമാണ് ചെയ്യുന്നത്. അതായത് ഒരു ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്ത് അതിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് ഫംഗ്ഷൻ്റെയും കർത്തവ്യം. പക്ഷേ ഇത് തമ്മിൽ ഉപയോഗിക്കുന്ന രീതിയിലൊരു വ്യത്യാസമുണ്ട്, ഇതിൻ്റെ സിൻടാക്സിലൊരു വ്യത്യാസമുണ്ട്. ഈ കോള് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഫംഗ്ഷൻ്റെ പേരും പാരാമീറ്ററുകളും സാധാരണ കോമയിട്ട് തന്നെ ലിസ്റ്റ് പോലെയാണ് കൊടുക്കുന്നത്, N1, N2, N3 അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ, അപ്ലൈക്കകത്ത് ഈ കോൾ ചെയ്യപ്പെടേണ്ട അല്ലെ ഇൻവോക്ക് ചെയ്യപ്പെടേണ്ട ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പാരാമീറ്റർ ഒരു അറേ ആയിട്ട് വേണം പാസ് ചെയ്യാൻ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. സോ നമുക്ക് ഇത് ഒരു പ്രോഗ്രാം വഴി ഒന്ന് പഠിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇൻവോക്ക് ചെയ്യപ്പെടേണ്ട ഫംഗ്ഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഫംഗ്ഷൻ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് 2 നമ്പറിനെ ആഡ് ചെയ്യാം. N1, N2 കൊടുക്കുന്നു പാരാമീറ്ററായിട്ട്. ഇവിടെ ഞാൻ console.log N1 + N2 എന്ന് പറയുന്നു. ഇവിടെ ഞാൻ വേറൊരു ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. ഇത് രണ്ട് ഫംഗ്ഷനാണ് മാറി മാറി ഇൻവോക്ക് ചെയ്യുന്നത്. ഇവിടെ N1, N2 എന്ന 2 പാരാമീറ്റർ കൊടുക്കുന്നു. ഇവിടെ console.log N1 - N2 എന്ന് പറയുന്നു. നമ്മൾ ഇൻവോക്ക് ചെയ്യപ്പെടേണ്ട ഫംഗ്ഷൻ ഇതാണ്. ഇനി ഏത് ഫംഗ്ഷനകത്ത് നിന്നാണ് ഇൻവോക്ക് ചെയ്യുന്നത് അതാണ് അടുത്ത ക്രിയേറ്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ. ഇവിടെ OPR എന്ന് കൊടുക്കുക, ഓപ്പറേഷൻ എന്നുള്ള OPR. ഇത് 2 മെത്തേഡ് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞു. ഒന്ന് അപ്ലൈ മെത്തേഡ്. സോ അതിനെ നമുക്ക് അപ്ലൈ വെച്ച് കോൾ ചെയ്യേണ്ട ഓപ്പറേഷന് OPR അപ്ലൈ എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ഇൻവോക്ക് ചെയ്യപ്പെടേണ്ട ഫംഗ്ഷന് വേണ്ടി ഒരു പാരാമീറ്റർ FN, പിന്നെ പാരാമീറ്റർ ഇവിടെ അറേ ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ പേര് ARR എന്ന് കൊടുക്കുന്നു. ഇത് അപ്ലൈയുടെ കേസാണ്. കോളിൻ്റെ കേസ് വരുമ്പോൾ ഡിഫറൻ്റ് ആണ്. പാരാമീറ്റർ കോമയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എല്ലാ പാരാമീറ്ററും ഒരു അറേ ആയിട്ട് വേണം പാസ് ചെയ്യാൻ. ഒരു സിംഗിൾ അറേ ആയിട്ടാണ് കോമയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതാണ് അപ്ലൈയുടെ പ്രത്യേകത. ഇനി നമുക്ക് അപ്ലൈ വെച്ച് എങ്ങനെയാണ് മറ്റൊരു ഫംഗ്ഷനെ ഒരു ഫംഗ്ഷനകത്ത് നിന്ന് കോൾ ചെയ്ത് നോക്കാം. ആ ഫംഗ്ഷൻ ഒരു പാരാമീറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, FN എന്ന് പറഞ്ഞു. സോ ആഡോ സബ്ട്രാക്റ്റോ ഇവിടെ FN ആയിട്ട് വരും. അപ്പം FN ഡോട്ട് ഇവിടെ അപ്ലൈ പറയുക. അതിനുശേഷം ദിസ് എന്ന് പറഞ്ഞാൽ അത് അതിനെ തന്നെ കോൾ ചെയ്യുന്നു. പാരാമീറ്റർ ARR എന്ന് പറഞ്ഞത് അറേക്കകത്താണ്. സോ അത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ കോൾ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി OPR കോൾ എന്ന് പറയുക. അതിനകത്തും പാരാമീറ്ററായിട്ട് പാസ് ചെയ്യേണ്ടതൊരു ഫംഗ്ഷനാണ് ഈ FN. അതെന്തായിട്ട് വരും? ആഡോ സബ്ട്രാക്റ്റോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് പാരാമീറ്റർ എത്രണ്ണം ഉണ്ട്? 2, N1, N2. ഈ പേര് വേണമെന്നില്ല, N1, N2 വേണ്ട, A, B എന്നും കൊടുക്കാം, അല്ലെങ്കിൽ X, Y എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാരാമീറ്ററിന് പേര് ഇവിടെ കൊടുക്കാം. ഇവിടെ ഞാനിവിടെ X എന്നും Y എന്നും കൊടുക്കാം, അല്ലെങ്കിൽ ഈ N1, N2 വേണമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കും. സോ പാസ് ചെയ്യേണ്ട ഫംഗ്ഷൻ്റെ പേര് .call. അപ്പോൾ ഈ FNനകത്ത് പാസ് ചെയ്യുന്നത് ഒന്നുമില്ല, നമ്മൾ ഇവിടുത്തെ കേസിൽ ആഡോ സബ്ട്രാക്റ്റ് ആകും. അപ്പോൾ ആ ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷനായിട്ടുള്ള OPR കോൾ ചെയ്യുന്ന എക്സിക്യൂട്ട് എങ്ങനെ FN, അതായത് ഫംഗ്ഷൻ്റെ പേര് .call ദിസ് കൊടുക്കുക. അതിനുശേഷം പാരാമീറ്ററുകൾ ഇവിടെ നമുക്ക് Xഉം Yയും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Xഉം Yയും എങ്ങനെയാണോ കോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കോമായിട്ട് ലിസ്റ്റ് പോലെ കൊടുക്കുക. ഇത്രയുമേ ഉള്ളൂ. ഇവിടെ നമുക്കിനി അതൊന്ന് കോൾ ചെയ്യാം. ഇവിടെ OPR അപ്ലൈ പറയുക. അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ട ഫംഗ്ഷൻ കൊടുക്കുക. അതിനുശേഷം പാരാമീറ്റർ ഒരു അറേ ആയിട്ട് കൊടുക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ 10, 20 എന്ന് കൊടുക്കാം. അറേ ആയിട്ട് വേണം കൊടുക്കാൻ, ഒരു പാരാമീറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ OPR അപ്ലൈ സബ്ട്രാക്റ്റ് ആണ് അടുത്ത് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫംഗ്ഷനകത്തോട്ട് അടുത്ത ഫംഗ്ഷൻ്റെ പേര് പാസ് ചെയ്യുന്നത്. ഇതാണ് FN ആയിട്ട് അവിടെ കിട്ടുക. ഇവിടെ അറേ ആയിട്ട് വേണം കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ 50, 25 എന്ന് കൊടുക്കുന്നു. നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് ഇതൊന്ന് റൺ ചെയ്യാം. ആദ്യം നമ്മൾ അപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കാണ് 30 എന്നും 25 എന്നും കിട്ടി. ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ നമ്മുടെ അടുത്ത മെത്തേഡായിട്ടുള്ള OPR കോളിലോട്ടൊന്ന് കോൾ യൂസ് ചെയ്യും. ഇവിടെ ഫംഗ്ഷനായിട്ട് ഞാൻ ആഡ് കൊടുക്കുന്നു. ഇവിടെ നമുക്കറിയാം നമുക്ക് ആഡ് ചെയ്യേണ്ടത് 25 + 75 ആണെന്ന് വിചാരിക്കും. ഇതിങ്ങനെ ലിസ്റ്റായിട്ട് തന്നെ കൊടുക്കാം. അടുത്ത OPR കോൾ സബ്ട്രാക്റ്റാണ് ചെയ്യേണ്ടത്.
ഇവിടെ ഞാൻ 25,10 കൊടുക്കുന്നു. ഇതിനെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ വ്യത്യാസം കണ്ട് ഇവിടെ അറയായിട്ടൊരു സിംഗിൾ പാരാമീറ്റർ അറയായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ലിസ്റ്റായിട്ട് തന്നെ കൊടുക്കുന്നു. അതാണ് അപ്ലൈയും കോളും തമ്മിലുള്ള വ്യത്യാസം. നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ 75 + 25 ആഡായി 100 എന്ന് കിട്ടി. ഇവിടെ 25 + 10 15, അതിൽ 25 - 10 15 എന്ന് കിട്ടി. സോ ഈ ഒരു പ്രോഗ്രാം വഴി നിങ്ങൾക്ക് കോൾ, അപ്ലൈ ഈ രണ്ട് മെത്തേഡിൻ്റെ യൂസേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.